നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിങ്ങിൻ്റെ നോക്കാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് തടസ്സമായിട്ട് ആരാണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾ തമ്മിലുള്ള ഒരു സന്തോഷം, ഓക്കെ, എന്തുകൊണ്ടാണ് അത് വരാത്തത്, എന്താണ് നിങ്ങൾ തമ്മിൽ ഒരു ഒന്നിക്കുന്നതിന് എന്താണ് തടസ്സം, നിങ്ങൾ തമ്മിൽ ഒന്നാവുന്നതിന് എന്താ തടസ്സം, ഏതെങ്കിലും വ്യക്തിയാണോ, ഓക്കെ, അല്ലെങ്കിൽ വല്ല സാഹചര്യമാണോ, അങ്ങനെ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. വ്യക്തി എന്ന് പറയുമ്പോൾ പാരൻസ് ആവാം, വേറെ ആരെങ്കിലും തേർഡ് പാർട്ടി, ആ സിറ്റുവേഷൻ എന്ത് വേണമെങ്കിലും ആവാം. ഇവിടെ നമുക്ക് നോക്കാം, വർക്കാണോ, ജോലി, കരിയർ, എന്ത് തന്നെ കാര്യങ്ങളായാലും. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു ഒന്നാവാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തടസ്സം എന്താണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ തടസ്സം എന്താണ് നോക്കാം. ഓക്കെ, അതൊരു പേഴ്സൺ ആണോ അല്ലെങ്കിൽ സാഹചര്യമാണോ എന്താ നോക്കാം. ഓക്കെ, ലെറ്റ്സ് സി. ഇത് ജനറൽ റീഡിംഗ് ആയിട്ട് എടുക്കുന്നുള്ളൂ, സിംഗിൾ പൈലാണ്. ഓക്കെ, നമ്മൾ വേറെ പൈൽ വെക്കുന്നില്ല. ജസ്റ്റ് നോക്കാം. ദ ഡെവിൾ ആദ്യം തന്നെ. ഓക്കെ, Two of Cups, Four of Cups, Page of Pentacles, Ten of Pentacles, King of Wands, Ten of Swords and Nine of Wands. Star ഉണ്ട് ഇവിടെ. Ace of Cups. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇവിടെ സിറ്റുവേഷൻ നോക്കുമ്പോൾ, ഓക്കെ, ചിലവർക്ക് ഫാമിലി ആണ് തടസ്സം. ഓക്കെ, എന്ന് വെച്ചാൽ അവരുടെ ഫാമിലി നിങ്ങളുടെ മാരേജിന് സമ്മതിക്കുന്നില്ല എന്ന രീതിയിൽ നിങ്ങൾ തമ്മിൽ ഒന്നാവുന്നത് ഇത് ഇഷ്ടമില്ലാത്ത അവരുടെ ഫാമിലി ആയിരിക്കാം. ഓക്കെ, ചിലവർ ഇനിയിപ്പോൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ അങ്ങനെ അവർക്ക് ഫാമിലി ഉണ്ട് എന്നും പറയാം. അല്ലാത്തവർക്ക് ഇവിടെ അവരുടെ ഫാമിലിയെ പാരൻസ് അങ്ങനെയുള്ളവർ ഇത് സമ്മതിക്കുന്നില്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പ് അഗ്രി ചെയ്യുന്നില്ല എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ ഡെവിൾ കാർഡ് ഉണ്ട്, ഞാൻ പറയാം. ഓക്കെ, ടു ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. സോ നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ്, നിങ്ങൾ തമ്മിലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണ് ഇവിടെ. നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളെ വേണം എന്നും വളരെയധികം ആഗ്രഹമുണ്ട്. അവർക്ക് ശരിക്കും നിങ്ങളോട് അറ്റാച്ച്മെൻ്റ് ഉണ്ട്, നിങ്ങളോട് വളരെയധികം അവർക്ക് സ്നേഹമുണ്ട് എന്ന് തന്നെ പറയാം. പേജ് ഓഫ് പെൻറ്റിക്കിൾസും ഉണ്ട്. ഓക്കെ, അവർ നിങ്ങൾക്ക് വേണ്ടി ശരിക്കും പറഞ്ഞാൽ അവർക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ഓഫർ തരണം, നിങ്ങൾ തമ്മിലൊരു മുന്നോട്ടൊരു ഫ്യൂച്ചർ വേണം എന്നൊക്കെ അവർക്കും ആഗ്രഹമുണ്ട്. ടു ഓഫ് കപ്സ് ആക്ച്വലി വളരെ സോൾമേറ്റ് കാർഡാണ് നമ്മുടെ. ഫോർ ഓഫ് കപ്സ് ഉണ്ട്, പക്ഷേ ഫോർ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അവർക്കൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ട് അവരുടെ മനസ്സിൽ. നിങ്ങളുമായിട്ട് മേ ബി ഒരു ഫ്യൂച്ചർ ഉണ്ടാവുമോ, കാരണം ഫാമിലി തടയുന്നുണ്ട് അല്ലേ, ഫാമിലി തടയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ള ഒരു ഫ്യൂച്ചർ നടക്കുമോ എന്ന രീതിയിൽ അവർ മനസ്സിൽ ഡൗട്ടുണ്ട്. ടെൻ ഓഫ് സോർട്സും നയൻ ഓഫ് വോൺസും ഉണ്ട്. സോ ലേശം അകൽച്ച അവർ കീപ്പ് ചെയ്യുന്നുണ്ടാവാം നിങ്ങളുടെ അടുത്ത് നിന്ന്. അവർക്ക് പക്ഷെ നിങ്ങളെ നഷ്ടപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നൊന്നുമില്ല, അവർക്ക് സ്നേഹമുണ്ട് നിങ്ങളോട്. പക്ഷേ ഫാമിലിയുടെ ഒരു പ്രഷർ കാരണമായിരിക്കാം അവർക്ക് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാനുള്ള ഇപ്പോൾ ആക്ച്വലി ധൈര്യം വന്നിട്ടില്ല എന്ന് പറയാം, കാരണം പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഓക്കെ, പേജ് ഓഫ് പെൻറ്റിക്കിൾസ് പറയുമ്പോൾ നമ്മൾ ഒരു ലേശം മെച്യൂരിറ്റി പോരാ എന്ന രീതിക്ക് പറയാം. ഓക്കെ, അവർക്ക് വേണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ ചെയ്യാനുള്ള സ്റ്റെപ്പ് എടുക്കാനുള്ള ഒരു ധൈര്യം കാണാനില്ല. ഓക്കെ, പക്ഷേ കിങ് ഓഫ് വാൻസ് ഉണ്ട് ഇവിടെ. സോ അവർ ആലോചിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇതിനെ ഒരു ബെറ്റർ ഒരു ഇതിലേക്ക് കൊണ്ടുപോവുക എന്നവർ ആലോചിക്കുന്നുണ്ട്. ടെൻ ഓഫ് സോഡ്സും അവർക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ട് ഈ കാര്യം ആലോചിക്കുമ്പോൾ, അവർക്ക് ടെൻഷൻ ഉണ്ട്. നിങ്ങൾ തമ്മിൽ ടെൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ്, ടെൻ ഓഫ് സോഡ്സ് ആണ്. അവർക്ക് ആ ഫാമിലിയെ കുറിച്ചൊരു ടെൻഷൻ ഉണ്ട്. ഓക്കെ, അതായത് ഫാമിലി അഗ്രി ചെയ്യുമോ, ഫാമിലി സമ്മതിക്കുമോ എന്നൊക്കെ ഉള്ള ആളുണ്ട്. ഓൾറെഡി മാരീഡ് ആണെങ്കിലും അവർക്ക് ആ ഫാമിലിയെ വിടാനുള്ള ടെൻഷനും ഉണ്ട്, അങ്ങനെയും പറയാം. ഓക്കെ, അതുകൊണ്ട് തന്നെ മേ ബി നിങ്ങളുടെ അടുത്ത് ഒരു ലേശം അകൽച്ച അവർ കീപ്പ് ചെയ്യുന്നുണ്ടാവാം, നിങ്ങളുടെ അടുത്ത് നിന്ന് കുറച്ച് മാറി നിൽക്കുന്നുണ്ടാവാം. അത് പക്ഷേ അവർക്കൊരു ടെൻഷൻ ഉള്ളത് കൊണ്ടാണ്. നിങ്ങളോട് സ്നേഹമുണ്ട്, ഫീലിങ്സ് ഉണ്ട്. ടു ഓഫ് കപ്സ് പറയുമ്പോൾ ശരിക്കും സോൾമേറ്റ് കാർഡാണ്, അത്രയും ഒരു സ്നേഹം ഡീപ്പ് ഫീലിങ്സ് ഫീൽ ചെയ്യണു എന്നാണ്. ഓക്കെ, ചിലവർക്ക് ഇവിടെ ഡെവിൾ കാർഡ് ഉണ്ട്. ഡെവിൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഒന്നുമില്ലെങ്കിൽ ചില പേഴ്സണിനെ ഇവിടെ കാർഡ് നോക്കണ്ട, കാർഡല്ലാതെ നമ്മൾ പറയുന്ന ഡെവിൾ എന്ന് പറയുമ്പോൾ ഒന്ന് അവരുടെ തന്നെ സ്വന്തം പേടികൾ, നെഗറ്റിവിറ്റി എന്നൊക്കെ പറയും നമ്മൾ, അവരുടെ മനസ്സിലെ പേടികൾ, അങ്ങനത്തെ കാര്യങ്ങളാവാം. പിന്നെ
പറയാനുള്ളത് അവർ അഡിക്ഷൻ, അവർക്ക് വേറെ എന്തെങ്കിലും അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ, ചിലവർക്ക് ഇപ്പോൾ ഡ്രിങ്കിങ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും അഡിക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആ ഒരു മെച്യൂരിറ്റി ഇല്ല എന്ന് പറയാം. ഓക്കെ, അവർക്ക് നിങ്ങളുമായിട്ട് മുന്നോട്ടൊരു ലൈഫ് കൊണ്ടുപോകാനുള്ള സീരിയസ് ആയിട്ട് ഒരു ആക്ഷൻ ഒക്കെ എടുക്കാനുള്ള ധൈര്യമില്ല എന്ന് പറയാം. പക്ഷെ ഇവിടെ ഓക്കെ, കാർഡ് പ്രകാരം ഡെവിൾ നമ്മൾ പറയുന്നത് ഇവിടെ അവർ വേറെ നെഗറ്റീവ് പാറ്റേൺസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒന്ന് നെഗറ്റീവ് പാറ്റേൺ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അഡിക്ഷൻസ് അവർക്ക് ഉണ്ടാവാം. ചിലവർക്ക് ജസ്റ്റ് ഒരു ഫ്ലേർട്ട് ചെയ്യുന്ന സ്വഭാവം ഉണ്ടാവാം. ചിലവർക്ക് അവർ വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പിലും ആയിരിക്കാം, തേർഡ് പാർട്ടി ഉണ്ടാവാം നിങ്ങളുടെ ഇടയിൽ. സോ അതിലവർ പെട്ടിരിക്കുന്നു എന്നും പറയാം. അങ്ങനെ ഒരു ഡെവിൾ ഇവിടെ എനർജി ഇവിടെ ഉണ്ട്. സോ രണ്ട് സിനാരിയോ ആണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് ചിലവർക്ക് ഫാമിലി എന്ന രീതിയിൽ, ചിലവർക്ക് ഒരു തേർഡ് പാർട്ടി എന്ന രീതിയിൽ. രണ്ട് ആൻസർ നമുക്കിവിടെ നിങ്ങളുടെ ഇടയിൽ തടസ്സം നമുക്ക് രണ്ട് സിനാരിയോ വളരെ ക്ലിയർ ആയിട്ട് ആദ്യം തന്നെ വന്നിട്ടുണ്ട് ഇവിടെ. പക്ഷേ നിങ്ങൾ തമ്മിൽ സോൾമേറ്റ് കാർഡാണ്. അവർക്കിപ്പോൾ വേറെ എന്തെങ്കിലും അവർ പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഐ തിങ്ക് അവരെ മനസ്സായാലൊന്നും ഒരു എന്താ പറയുക, അത് ചിലവർക്കൊരു പറയുക അഡിക്ഷൻ എന്ന രീതിക്ക് തന്നെ വിളിക്കാം. ചിലവർക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാതെ ഇങ്ങനെ ഒരു വേറെയും ബന്ധങ്ങളിലേക്കൊക്കെ പോകാൻ അവർ ശ്രമിക്കും. ഓക്കെ, കാരണം ഒന്നിൽ കമ്മിറ്റഡ് ആയിക്കഴിഞ്ഞാൽ അവർക്കൊരു പേടിയാണ് അവരുടെ മനസ്സിൽ. ചിലപ്പോൾ അത് അങ്ങനത്തെ വലുതൊക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അവരിങ്ങനെ മറ്റുള്ളവരോടും കുറച്ച് ഫ്ലേർട്ട് ചെയ്യുന്ന ഒരു തരത്തിലായിരിക്കാം. ചിലവർക്ക് അല്ലെങ്കിൽ വേറെ ഓൾറെഡി അവർ വല്ല റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേഴ്സണുമായിട്ട് റിലേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം അതിൽ പെട്ട പോലെ നിൽക്കുന്നുണ്ടാവാം. സോ അങ്ങനത്തെ രണ്ട് സിനാരിയോ ആണ് ഇവിടെ എനിക്ക് കാണുന്നത്. സ്റ്റക്കായ പോലെയും തോന്നുന്നുണ്ട്. 10 of Swords ഉണ്ട്. സോ അവർ അതിൽ ആ ഒരു റിലേഷൻഷിപ്പ് മേ ബി നിങ്ങളുടെ ഇടയിൽ ഉള്ളത് അവർക്ക് വളരെയധികം അവർക്ക് തന്നെ സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ രണ്ട് സിനാരിയോ ഞാൻ പറഞ്ഞു. നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടെങ്കിൽ, നിങ്ങൾ തമ്മിൽ ഒന്നാവാൻ പറ്റുന്നില്ലെങ്കിൽ, ഒന്ന് ഫാമിലിയാണ് തടസ്സം, പിന്നെ ഒന്ന് തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അങ്ങനെയാവാം. ചിലവർക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ അഡിക്ഷൻസ് കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ ചിലവർക്ക് ജസ്റ്റ് അവർക്കൊരു ഫ്ലേർട്ടിങ് നേച്ചർ, പേജ് ഓഫ് പെന്റിക്കിൾസ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു മെച്യൂരിറ്റി പോരാന്ന്. സോ അവരിങ്ങനെ ആ ഒരു ഫ്ലേർട്ടിങ് അവർക്ക് ചെയ്യുന്നതൊരു സ്വഭാവമായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ അടുത്ത് ശരിക്കും സ്നേഹം തന്നെയാണ് കേട്ടോ, ആ കാര്യത്തിൽ ഡൗട്ടൊന്നുമില്ല. പക്ഷെ ചിലവർ പറയില്ലേ ഇങ്ങനെ ആ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വന്ന് കഴിഞ്ഞാൽ അവർ മനസ്സിൽ ആ ഒരു ടെൻഷനാണ്. ഓക്കെ, ഒന്നിലിങ്ങനെ സ്റ്റക്ക് എന്തോ ഒരു പേടി, അറ്റാച്ച്ഡ് ആവാനുള്ള പേടി, കമ്മിറ്റഡ് ആവാനുള്ള പേടി എന്നൊക്കെ പറയാം. ഓക്കെ, പക്ഷെ ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്തായാലും സ്റ്റാർ ആണ് ആൻഡ് ഏസ് ഓഫ് കപ്സ് ആണ് ആൻഡ് ഇവിടെ 7 of Wands ആണ്. സോ നിങ്ങൾക്ക് വേണ്ടി ഒരു ചില ആൾക്കാർ അവർ ഡിഫെൻസീവ് ആവുന്നുണ്ടാവും. നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിൻ്റെ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സീരിയസ് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ വളരെയധികം ഡിഫെൻസീവ് ആവുന്നുണ്ടാവും. ഓക്കെ, അവർ അതായത് നിങ്ങളെ എന്താ പറയുക, അവർ ആ കാര്യങ്ങളെ മറച്ചു വെച്ച് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഒരു ദേഷ്യത്തിലൊക്കെ സംസാരിച്ച് പറയാൻ അവരുടെ ഉള്ളിൽ സ്നേഹമുണ്ട്. പക്ഷെ അവർ ആ കമ്മിറ്റ്മെൻറ്റ് ലെവലിലേക്ക് ഐ തിങ്ക് ആ ഒരു പേടി കൊണ്ടാണ്. പക്ഷെ ഇവിടെ ഏസ് ഓഫ് കപ്സും സ്റ്റാറും ഉണ്ട്. നിങ്ങളെ കാണുന്നത് അവരൊരു സ്റ്റാർ ആയിട്ടാണ്, അവരുടെ ലൈഫിൽ ഒരു പ്രതീക്ഷയായിട്ടാണ് നിങ്ങളെ കാണുന്നത്. 2 of Cups ഉണ്ട്. അവർക്ക് അറിയാം നിങ്ങളാണ് അവരുടെ ലൈഫിൽ ശരിക്കും. ഏസ് ഓഫ് കപ്സ് പറയുമ്പോൾ നമ്മൾ അത്രയും സ്നേഹം ഫീലിങ്സ് എന്ന രീതിക്കാണ് പറയാം. പാസ്റ്റ് ലൈഫ് കണക്ഷൻ, സോൾമേറ്റ് കണക്ഷൻ ആണ്. അവർക്കും ഇത് തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എവിടെയോ അവരുടെ മനസ്സിൽ ആ ഒരു ചില ബ്ലോക്കേജസ്. ഓക്കെ, ചിലവർ ഇപ്പോൾ അവരുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ കാർമിക് സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, അവർ വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടിയിലൊക്കെ ഉണ്ടെങ്കിൽ അത് കാർമിക് ആയിരിക്കാം കണക്ഷൻ. ഓക്കെ, ആൻഡ് ഓക്കെ, നിങ്ങൾ തമ്മിൽ ഡ്രീം കം ട്രൂ, നിങ്ങൾ തമ്മിൽ ഒരു ഫ്യൂച്ചറിലേക്ക് ആക്ച്വലി ഞാൻ പറഞ്ഞു സ്റ്റാർ ആയിട്ടാണ് അവർ കാണുന്നത്. ആൻഡ് ഏസ് ഓഫ് കപ്സ് നിങ്ങൾക്ക് അവരൊരു കമ്മിറ്റ്മെൻറ്റ് തരും. അവർ ഓക്കെ കമ്മിറ്റ്മെൻറ്റ് തരും. പക്ഷേ ഇപ്പോൾ ഐ തിങ്ക് അവർ ചില സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ എന്തായാലും ഫ്യൂച്ചർ ഞാൻ 2-3 കാർഡ് കൂടി എടുത്തേക്കാം. ഈ സിറ്റുവേഷനിൽ നമ്മൾ മാറ്റം വരുമോ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യുമോ എന്നും ഒരിക്കൽ കൂടെ ജസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാർഡ് എടുത്ത് നോക്കാം. ഫ്യൂച്ചറിൽ എന്താ മാറ്റം വരിക? തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു പോവോ? ഫാമിലി ഉണ്ടെങ്കിൽ ഫാമിലിയുടെ മുമ്പിൽ അവർ ഫൈറ്റ് ചെയ്ത് നിൽക്കുമോ എന്ന് നോക്കാം. ഏസ് ഓഫ് വാൻഡ്സ്, വെരി ഗുഡ്. 6 of Pentacles, ഒന്നും കൂടി എടുത്തേക്കാം. പേജ് ഓഫ് സോർഡ്സ്, യെസ് അവർ ആക്ഷൻ എടുക്കും. ആൻഡ് എംപറർ, ഓക്കെ ഗുഡ്. 6 of Cups, യെസ് അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആക്ച്വലി നിങ്ങളെ വിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. ഓക്കെ, ചിലവർക്ക് പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി ഉണ്ടെങ്കിൽ കുട്ടികളുടെ കാര്യമൊക്കെ കുറച്ച് കൺസേൺ ഉണ്ട് അവർക്ക്. എംപറർ ഉണ്ട്. അപ്പോൾ ലേശം ഈഗോ എന്നും പറയാം നമുക്കിവിടെ. അതുമാത്രമല്ല പക്ഷേ നമ്മൾ മാരേജ് എന്ന രീതിക്ക് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അവർ അതിന് നിങ്ങൾക്ക് വേണ്ടി ഒരു ശരിക്കും സ്ട്രോങ് ആയിട്ടൊരു ആക്ഷൻ എടുത്ത് നിൽക്കുന്നതായിട്ട്, ഒരു മാരേജ് പ്രപ്പോസലുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനുള്ള മാൻ ആയതുകൊണ്ടല്ല കേട്ടോ. ഐ മീൻ എംപറർ എംപ്രസ് രണ്ടും എടുത്തോളൂ നിങ്ങൾ. ഏസ് ഓഫ് വാൻഡ്സ് ഉണ്ട് ഇവിടെ. സോ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലൊരു പുതിയ തുടക്കം, നിങ്ങൾ തമ്മിലൊരു നല്ല ഫ്യൂച്ചർ മുന്നോട്ടുണ്ട്. ഓക്കെ, ഗ്രോത്ത് ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് വളരും എന്ന് തന്നെയാണ്. ഓക്കെ, ആൻഡ് ഈക്വൽ ആയിട്ട് ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവും. നിങ്ങൾ തമ്മിൽ ഇത്രയും കാലം അവർ നിങ്ങൾക്ക് വേണ്ടി പ്രോപ്പറായിട്ട്, അതായത് നിങ്ങൾ അങ്ങോട്ട് കുറേ കെയർ കൊടുത്തിട്ടുണ്ട്, അവർ ചെയ്തിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈക്വൽ ആയിട്ട് അവർ ബാലൻസ് ചെയ്യും തീർച്ചയായിട്ടും. ഓക്കെ, അവർ നിങ്ങൾ അങ്ങോട്ട് കൊടുത്തതിനൊക്കെ തിരിച്ച് അവർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തരും. ആൻഡ് പേജ് ഓഫ് സോർഡ്സും ഉണ്ട്. ചിലവർക്ക് സ്റ്റോക്ക് ചെയ്യുന്ന കാര്യം പറയാം. ഓക്കെ, നിങ്ങൾക്ക് അവർക്ക് നിങ്ങളോട് നല്ലോണം ഫീലിങ്സ് ഉണ്ട്, ഒരു ഡൗട്ടും ഇല്ല.
ഓക്കെ, അവർ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും നിങ്ങളെക്കുറിച്ച് നിങ്ങൾ സ്റ്റോക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഓപ്പൺ ആയിട്ട് ചിലപ്പോൾ നിങ്ങളോട് മുമ്പിൽ വന്ന് പറയുന്നുണ്ടാവില്ലേ, പക്ഷെ അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എത്രത്തോളം അവരുടെ ലൈഫിൽ വേണം എന്ന് തന്നെയാണ് അവർ ആക്ഷൻ എടുക്കുകയും ചെയ്യും. ഓക്കെ, പക്ഷെ ഇപ്പോൾ ലേശം ബ്ലോക്കേജ് ഉണ്ടെന്ന് മാത്രം. ഓക്കെ, ആ ബ്ലോക്കേജ് അവർ ഓവർകം ചെയ്യും. ഇവിടെ ഈക്വൽ ആയിട്ട് നിങ്ങൾക്ക് ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഫ്യൂച്ചർ ഡെഫിനറ്റ്ലി ഒരു ഗ്രോത്ത് ഉണ്ട് എന്നാണ് കാണുന്നത് ഇവിടെ. ആൻഡ് 2 of Cups ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ തമ്മിൽ സോൾമേറ്റ് കണക്ഷൻ ആണ്. ഇതൊരിക്കലും എൻ്റെ ഒന്നും ആവില്ല. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ നിങ്ങൾക്ക് ഉണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, അത് ഫാമിലി എതിർത്താലും ആര് നിങ്ങളുടെ ഇടയിൽ വന്നാലും ഐ തിങ്ക് അവിടെ നിങ്ങൾക്കൊരു സ്ഥാനം തീർച്ചയായിട്ടും ഉണ്ട് അവരുടെ ലൈഫിൽ. ഓക്കെ, അതങ്ങനെ എൻഡായി പോകുന്ന ഒരു കാര്യമല്ല. എന്തായാലും നമുക്ക് ഇപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി ആണെങ്കിലും മറ്റേ 2 സിറ്റുവേഷനായാലും നമുക്കൊരു പോസിറ്റീവ് മൂവ്മെന്റ് കാണാം എന്നാണ്. ഓക്കെ, നമുക്ക് കുറച്ച് അഡ്വൈസ് കാർഡ് കൂടി എടുത്തേക്കാം. ഈ സിറ്റുവേഷനെ കുറിച്ച് യൂണിവേഴ്സിന്റെ എന്തെങ്കിലും അഡ്വൈസ് ഉണ്ടോ? എൻലൈറ്റൻമെന്റ്, ഇൻസ്റ്റിങ്ക്റ്റ്, ഇത് എപ്പോഴും നമുക്ക് വരുന്ന കാർഡ്സ് ആണ്. ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇംപേഷ്യൻസ്, ജോയ് and recovery, grief, expansion, good, discovery, passion. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സണിന് ചില തിരിച്ചറിവുകൾ വരും എന്ന് പറയാം. ഓക്കെ, എൻലൈറ്റൻമെന്റ് കാണുന്നത് എനിക്ക് പേഴ്സണിന്റെ ഭാഗത്തു നിന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആ പേഴ്സണിന് ചിലത് യൂണിവേഴ്സ് തന്നെ കാണിച്ചു കൊടുക്കും ചില കാര്യങ്ങൾ. ഓക്കെ, ചില കാര്യങ്ങൾ അവർക്ക് യൂണിവേഴ്സ് തന്നെ മനസ്സിലാക്കി കൊടുക്കും എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ റിക്കവറി ആൻഡ് ഗ്രീഫ് കാണുന്നുണ്ട്. ഇത് നമ്മൾ ചില നഷ്ടങ്ങളിലെ ലോസിൻ്റെ കാര്യമാണ് കാണുന്നത്. ഓക്കെ, അവിടെ ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നില്ല റിലേഷൻഷിപ്പ് എന്ന് തോന്നിയിട്ട് അങ്ങനെ വല്ല സിനാരിയോ ഉണ്ടെങ്കിൽ മേ ബി നിങ്ങൾ കുറച്ചൊന്ന് മാറി നിന്നാൽ ഓക്കെ അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുമെന്നുള്ള ഒരു പേടി വരും. ഓക്കെ, ആ ഒരു പേടി വരുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർക്ക് ഈ ഒരു കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവാൻ തുടങ്ങുക. അതായത് നിങ്ങൾ എത്രത്തോളം അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. അപ്പോഴാണ് ചിലപ്പോൾ ഒരു സ്റ്റെപ്പ് എടുക്കാൻ അവർ തയ്യാറാവുള്ളൂ. ഓക്കെ, ഒരു ഗ്രീഫിൻ്റെ കാര്യം കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ മേ ബി ഒരകൽച്ച സെപ്പറേഷനൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടാൻ അവർ ആഗ്രഹിക്കില്ല. 4 of Cups നമുക്ക് അങ്ങനെ തന്നെയായിരുന്നു. ആക്ച്വലി നമ്മൾ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർക്കുക എന്ന രീതിക്കാണ്. റിക്കവറി ഉണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിൽ സിറ്റുവേഷനിൽ ബെറ്റർ ആവും. നിങ്ങൾ തമ്മിൽ ബെറ്റർ ആവും. ആക്ച്വലി കീ കിട്ടുന്ന പോലെയാണ് കണ്ടു ഇവിടെ. അപ്പോൾ കീ എന്ന് പറയുമ്പോൾ അത് ഇവിടെ ഈ എൻലൈറ്റ്മെൻറ്റും ഇതുമായിട്ട് എനിക്ക് മാച്ചായി തോന്നുന്നുണ്ട്. യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ പേഴ്സണിന് കാണിച്ചു കൊടുക്കും എന്താണ് നെക്സ്റ്റ് അവർ ചെയ്യേണ്ടത് എന്നൊരു സൊല്യൂഷൻ അവർക്ക് കാണിച്ചു കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു റിയലൈസേഷൻ നിങ്ങളുടെ പേഴ്സണിന് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും. ഇൻസ്റ്റിങ്ക്റ്റ് ആക്ച്വലി അവർക്ക് തന്നെ അവർക്ക് അറിയാം, അവരുടെ ഉള്ളിൽ നല്ല തിരിച്ചറിവുണ്ട് നിങ്ങൾ അവരൊരു സോൾമേറ്റ് ആണ് എന്നുള്ളത്. ഓക്കെ, പക്ഷേ മേ ബി ആ ആക്ഷൻ എടുക്കാനുള്ള പ്രശ്നമാണ് അവർക്ക്. അത് വരും. ആ ഒരു ധൈര്യം ഐ തിങ്ക് യൂണിവേഴ്സ് തന്നെ അവർക്ക് കൊടുക്കും. ആൻഡ് ഇംപേഷ്യൻസ് എന്നുണ്ട്. നിങ്ങളോട് പറയുന്ന ഓക്കെ ഇത് നിങ്ങൾക്കായിട്ട് എടുത്തോളൂ, നിങ്ങൾ ക്ഷമ ഇല്ലാതെ ആവണ്ട. ഓക്കെ, കുറച്ച് സമാധാനമായിട്ട് നിൽക്കാം, പേഷ്യൻസോടെ നിൽക്കുക. നിങ്ങളുടെ കാര്യങ്ങൾ ബെറ്റർ ആവുമെന്നുണ്ട്. ആൻഡ് ജോയ് ആൻഡ് എക്സ്പാൻഷൻ ആണ്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് വരും. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഗ്രോ ചെയ്യും. നിങ്ങൾ തമ്മിൽ ഹാപ്പിനെസ് വരും, സന്തോഷം വരും. നിങ്ങൾ തമ്മിൽ നല്ലൊരു ഹാപ്പി ടൈംസ് വരും. എക്സ്പാൻഷൻ എന്ന് കാണിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ തമ്മിൽ ആക്ച്വലി ഇവിടെ ഒരു പ്രഗ്നൻസിയുടെ കാര്യമൊക്കെയാണ്. സോ അങ്ങനെ ഒരു ഗ്രോത്ത് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ഗ്രോത്ത് എന്ന രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. വളർച്ച എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഐ തിങ്ക് അതിന് വേണ്ടി പക്ഷെ ഒരു ഗ്രീഫ് ഉണ്ട് ഇടയിൽ. എന്ന് വെച്ചാൽ ചിലത് ഇടയിൽ നഷ്ടപ്പെടും എന്ന രീതിയിൽ. അതായത് ആ ഒരു സ്റ്റേജ് കടക്കാനുണ്ട് നിങ്ങൾ. ഐ തിങ്ക് ഒരു നഷ്ടപ്പെടുന്ന ഒരു സ്റ്റേജ് നിങ്ങൾ ഐ തിങ്ക് കടക്കാനുണ്ട്. അത് കഴിയുമ്പോൾ പക്ഷേ നിങ്ങളുടെ ലൈഫിലേക്ക് എക്സ്പാൻഷനാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ പേഴ്സണുമായിട്ട് അകൽച്ച വരുമായിരിക്കാം, സെപ്പറേഷൻ വരുമായിരിക്കാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഐ തിങ്ക് ആ ഒരു വേദന, ഒരു വിഷമം അവർ മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾ എത്രത്തോളം അവർക്ക് വേണം എന്നുള്ളത് അവർ തിരിച്ചറിയുക. ഡിസ്കവറി, ഹാർട്ടാണ് ഇവിടെ, ഹാർട്ട് ചക്രയാണ് കാണുന്നത്. അവർ ഹാർട്ട് ചക്ര ഓപ്പൺ ആവും എന്ന് പറയാം. ഓക്കെ, അവർ ആ വിഷമം അവർ അനുഭവിക്കുമ്പോഴേ അവർ ഐ തിങ്ക് ആ റിയലൈസേഷൻ അവർക്ക് വരുള്ളൂ എത്രത്തോളം നിങ്ങളെ വേണം എന്നുള്ളത്. ഓക്കെ, സോ അവർ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുക്കാൻ അപ്പോൾ തയ്യാറാവും. ഓക്കെ, സോ റിലേഷൻഷിപ്പ് റീഡിങ് ഇതാണ്. നമുക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.